നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിക്ടർ ഫ്രാങ്ക്ലിന്റെ മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. അതെ, അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ്, ഹോളോകോസ്റ്റ് അതിജീവിച്ച ഒരാളാണ്. അപ്പോ ഈ പുസ്തകം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പിന്നെ കുറെ ചിന്തകളും ഒക്കെ ചേർന്നതാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. പക്ഷെ വെറുമൊരു ഓർമ്മക്കുറിപ്പ് എന്നതിലുപരി മനഃശാസ്ത്രപരവും തത്വചിന്താപരവുമായ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ശരിയാണ്. ഇതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത്, അതായത് ഏറ്റവും മോശം സാഹചര്യങ്ങളിലും ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിജീവിക്കാൻ കഴിയും. അതാണ് ഇതിലെ ഏറ്റവും ശക്തമായ സന്ദേശം. നമുക്കതിലേക്ക് കടക്കാം. ആദ്യ ഭാഗത്ത് അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ അനുഭവങ്ങളാണല്ലോ പറയുന്നത്. ഓഷ്വിറ്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഭീകരമായ കാര്യങ്ങൾ. അതെ, ആ വിവരണങ്ങൾ ശരിക്കും വായിക്കാൻ തന്നെ പ്രയാസമാണ്. പക്ഷേ അതിൽ നിന്നുള്ള ചില തിരിച്ചറിവുകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? പ്രധാനമായിട്ടും സഹനം. അത് ജീവിതത്തിലുണ്ടാവും, ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യം. അതാണ് നമ്മുടെ ഒരു ആന്തരിക സ്വാതന്ത്ര്യം. അതെ അതെ. അവിടെ ക്യാമ്പുകളിൽ പ്രതീക്ഷ പോയവർ അവർ പെട്ടെന്ന് തളർന്നുപോയി, മരണപ്പെട്ടു. എന്നാൽ ഒരു ലക്ഷ്യമോ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയോ ഒരു വിശ്വാസമോ അങ്ങനെ എന്തെങ്കിലും ഒരു അർത്ഥം ജീവിതത്തിനുണ്ടെന്ന് തോന്നിയവർ അവർ പിടിച്ചു നിന്നു, അതിജീവിച്ചു. ആ നരകത്തിലും മനുഷ്യർക്ക് ദയയും അന്തസ്സുമൊക്കെ കാണിക്കാൻ പറ്റിയെന്നത് അത്ഭുതം തന്നെ. ഈ പറഞ്ഞ മനോഭാവം തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, അതാണോ ഫ്രാങ്കിൽ പറയുന്ന ആത്യന്തികമായ മനുഷ്യ സ്വാതന്ത്ര്യം? അതെ, അതാണ്. ചുറ്റുമുള്ളതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ചിന്ത, നമ്മുടെ പ്രതികരണം, അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതാണ് അവസാനത്തെ അഭയം. ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണോ അദ്ദേഹം ലോഗോതെറാപ്പി എന്നൊരു ചികിത്സാരീതി തന്നെ രൂപപ്പെടുത്തിയത്? തീർച്ചയായും. ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ചിന്തകളെ ഒരുപാട് സ്വാധീനിച്ചു. ലോഗോതെറാപ്പി, ലോഗോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്നാണല്ലോ. ശരി. അപ്പോ ഫ്രോയിഡ് പറഞ്ഞ പോലെ സുഖമോ അല്ലെങ്കിൽ ആഡ്ലർ പറഞ്ഞ പോലെ അധികാരമോ അല്ല മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. മറിച്ച് ജീവിതത്തിൽ ഒരർത്ഥം കണ്ടെത്താനുള്ള ആഗ്രഹമാണ്. അതാണ് ലോഗോതെറാപ്പിയുടെ അടിത്തറ. ആഹാ, ഇത് രസകരമാണല്ലോ. ഈ അർത്ഥമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക സാധാരണ ജീവിതത്തിൽ? ഫ്രാങ്കിൽ 3 വഴികളാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പൂർത്തിയാക്കുമ്പോൾ അതിലൊരർത്ഥം കണ്ടെത്താം, ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ. അതെ. 2, സ്നേഹം പോലുള്ള ബന്ധങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രകൃതിയെ അനുഭവിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ. മൂന്നാമത്തത് കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. അതെന്താണ്? നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സഹനങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് മാരാരോഗങ്ങൾ, നഷ്ടങ്ങൾ, അത്തരം സാഹചര്യങ്ങളിൽ അതിനോടുള്ള നമ്മുടെ മനോഭാവം ധീരമായി തിരഞ്ഞെടുക്കുന്നതിലൂടെയും അർത്ഥം കണ്ടെത്താം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ വലിയ കാര്യങ്ങൾ മാത്രമല്ല, ചെറിയ കാര്യങ്ങളിലും ഈ അർത്ഥം കണ്ടെത്താൻ പറ്റുമല്ലേ? തീർച്ചയായും. ഫ്രാങ്കിൽ എപ്പോഴും നീച്ചയുടെ ഒരു വാചകം ഉദ്ധരിക്കാറുണ്ട്. ജീവിതത്തിലൊരു എന്തിന്, വൈ ഉള്ളവന് ഏത് എങ്ങനെയും ഹൗയും സഹിക്കാൻ കഴിയും. ശരിയാണ്. ജീവിതം ഓരോ നിമിഷവും നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥമെന്ന്. അതിന് ഉത്തരം പറയേണ്ടത് നമ്മളാണ്, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൂടെ. അപ്പോ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അല്ല, പക്ഷെ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ്. അദ്ദേഹത്തിന്റെ ഒരു വാചകം ഓർക്കുന്നു: ഒരു സാഹചര്യം മാറ്റാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മെ തന്നെ മാറ്റാൻ നാം വെല്ലുവിളിക്കപ്പെടുന്നു. അതുപോലെ സാഹചര്യങ്ങൾ കൊണ്ടല്ല, അർത്ഥത്തിന്റെയും ലക്ഷ്യത്തിന്റെയും അഭാവം കൊണ്ട് മാത്രമാണ് ജീവിതം അസഹനീയമാകുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്? ഇത് വായിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നതുകൊണ്ട് സാധാരണ ഒരാൾക്ക് എന്ത് ഗുണമാണുള്ളത്? ഒന്ന്, മനുഷ്യന്റെ ഉള്ളിലെ ആ ഒരു അതിജീവന ശേഷിയുടെ ആഴം നമുക്ക് മനസ്സിലാവും. 2, നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്നുകൂടി ചിന്തിക്കാൻ ഇത് പ്രേരിപ്പിക്കും. ശരി. പിന്നെ ജീവിതത്തിൽ സ്വാഭാവികമായും പ്രതിസന്ധികൾ വരുമല്ലോ. അത്തരം സമയങ്ങളിൽ ഒരു ശക്തി പകരാൻ, ഒരു കാഴ്ചപ്പാട് നൽകാൻ ഈ പുസ്തകത്തിലെ ആശയങ്ങൾക്ക് കഴിയും. അപ്പോ ചുരുക്കി പറഞ്ഞേ, ജീവിതത്തിൽ ഒരു അർത്ഥം വേണമെന്നതും എന്ത് സംഭവിച്ചാലും നമ്മുടെ മനോഭാവം നമുക്ക് തെരഞ്ഞെടുക്കാം എന്നുള്ളതുമാണ് ഇതിലെ പ്രധാന കാര്യം, അല്ലേ? അതെ, അതാണ് കാതൽ. സഹനത്തെ പോലും ഒരു അർത്ഥത്തിലേക്ക് മാറ്റിയെടുക്കാൻ മനുഷ്യന് കഴിയുമെന്നുള്ളതാണ് ഫ്രാങ്കിൽ തന്റെ ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു തന്നത്.
ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം മനസ്സിൽ വരുന്നു. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചിലപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ എങ്ങനെയാണ് ഒരു അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് എങ്ങനെയാണ് നിങ്ങൾ തന്നെ ഒരു ലക്ഷ്യം നൽകുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.